ദക്ഷിണ കൊറിയയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ കാട്ടുതീയിൽ 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. കാട്ടുതീ അതിവേഗം വ്യാപിച്ചതോടെ അധികൃതർ ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 21-ന് സാൻജിയോങ് കൗണ്ടിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച തീപിടുത്തം പിന്നീട് അയൽ പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തി നശിക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗത്ത് ജിയോങ്സാങ് പ്രവിശ്യയിലെ സാൻജിയോങ് സിയോളിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി മേഖലയിലെ ഹൈവേകളുടെ ചില ഭാഗങ്ങൾ അടച്ചിട്ടതായി പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സെൻട്രൽ ഡിസാസ്റ്റർ ആൻഡ് സേഫ്റ്റി കൗണ്ടർ മെഷേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കണക്കനുസരിച്ച് 4 മരണങ്ങളും സാൻജിയോങ്ങിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഗ്രാമീണ സമൂഹങ്ങളെയും വനപ്രദേശങ്ങളെയും തീപിടുത്തം ബാധിച്ചതിനെ തുടർന്ന് 6 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 5 പേർക്ക് ഗുരുതരമാണ്. 3280 ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ വടക്കൻ ജിയോങ്സാങ് പ്രവിശ്യയിലെ സാൻജിയാങ്ങും യുയിസോങ്ങും ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഓരോ മേഖലയിലും 1000 ഹെക്ടറിലധികം കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ഏകദേശം 1500 താമസക്കാരെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ വരെ കുറഞ്ഞത് 4 സ്ഥലങ്ങളിലെങ്കിലും കാട്ടുതീ ഇപ്പോഴും സജീവമാണ്. ദക്ഷിണ കൊറിയയിൽ കാട്ടുതീ സാധാരണയായി വസന്തകാലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും തീ വേഗത്തിൽ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കാലാവസ്ഥ അസ്ഥിരമായി തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും അപകടങ്ങൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 100 കണക്കിന് അഗ്നിശമന സേനാംഗങ്ങളെയും ഹെലികോപ്റ്ററുകളെയും അടിയന്തര സേവനങ്ങളെയും വിന്യസിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയും കാറ്റും പുരോഗതിയെ തടസ്സപ്പെടുത്തിയിരുന്നു. 100 കണക്കിന് താമസക്കാരെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദക്ഷിണ കൊറിയ ഒരു ദുരന്താവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച തെക്കൻ കൗണ്ടിയായ സാൻജിയോങ്ങിലും തെക്കൻ കൊറിയയിലെ കുറഞ്ഞത് 3 വ്യത്യസ്ത പ്രദേശങ്ങളിലുമായി ഉണ്ടായ തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ കഠിന പരിശ്രമത്തിലായിരുന്നു. 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാൻജിയോങ്ങിലെ തീപിടുത്തം ശനിയാഴ്ച രാത്രിയോടെ 25% നിയന്ത്രണ വിധേയമാക്കിയതായി കൊറിയ ഫോറസ്റ്റ് സർവീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 847 ഹെക്ടർ ഭൂമി കത്തി നശിച്ച തീ അണയ്ക്കാൻ അധികൃതർ ഡസൻ കണക്കിന് വാഹനങ്ങളും 100 കണക്കിന് ഉദ്യോഗസ്ഥരെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും സാൻജിയോങ്ങിലെ 260ഓളം നിവാസികളെ ഒഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായും വനം ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ആരംഭിച്ച കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാൻ തെക്കുകിഴക്കൻ നഗരമായ ഉൾസാനിലും സമീപത്തുള്ള ജിയോങ്സാങ് പ്രവിശ്യയിലുമായി ഏകദേശം 620 നിവാസികൾ അഭയം പ്രാപിച്ചതായി ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതിനായി ദക്ഷിണ കൊറിയ തെക്കൻ പ്രദേശങ്ങൾ ദുരന്താവസ്ഥ പ്രഖ്യാപിക്കുകയും സാൻജിയോങ്ങിനെ പ്രത്യേക ദുരന്ത മേഖലയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ പ്രസിഡന്റ് യുൻ സുക് യോൾ നടത്തിയ ഹ്രസ്വകാല പട്ടാള നിയമ പ്രഖ്യാപനത്തെ തുടർന്ന് ദക്ഷിണ കൊറിയ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തെ തീപിടുത്തങ്ങൾ വിഴുങ്ങുന്നത്. ധനമന്ത്രി ചോയി സാങ് മോക്കാണ് നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റായി രാജ്യത്തെ നയിക്കുന്നത്.